ഈ കഥ തുടങ്ങുമ്പോൾ ഇതിലെ നായകനെയാണ് കാണിക്കുന്നത്. ഇയാളുടെ പേര് മാർട്ടിൻ ഹാരിസ് എന്നാണ്. ഇയാൾ ഒരു ബയോകെമിസ്റ്റ് ആണ്. മാർട്ടിനോ അയാളുടെ ഭാര്യയായ ലിസും കൂടെ ഇപ്പൊ ബെർലിനിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട്. അതിൽ ഇയാൾ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഈ യാത്ര. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവരൊരു ടാക്സി വിളിക്കുകയാണ്. ടാക്സി അങ്ങോട്ട് വരുമ്പം ലിസ് വേഗം തന്നെ കാറിനകത്ത് കയറുന്നു. അവരുടെ കയ്യിൽ കുറെ പെട്ടികളുണ്ട്. ആ ടാക്സിയുടെ ഡ്രൈവറാണ് ആ പെട്ടികളൊക്കെ എടുത്തു വെക്കുന്നത്. അത് കാണുമ്പോൾ അയാളെ സഹായിക്കാൻ വേണ്ടി മാർട്ടിനോ അയാളുടെ കൂടാണ്. ഈ സമയത്താണ് ലിസ് അയാളെ വിളിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ പെട്ടികൾ എടുത്തു വെക്കാൻ സഹായിക്കുന്നത്? അതൊക്കെ അയാളുടെ ജോലിയല്ല, അയാൾ ചെയ്തോളും എന്നാണ് ലിസ് പറയുന്നത്. അത് കേൾക്കുന്ന മാർട്ടിനാണെങ്കിൽ അവള് പറഞ്ഞതുപോലെ തന്നെ വേഗം ആ കാറിന്റെ അകത്തേക്ക് കയറാണ്. എന്നാൽ ഡ്രൈവർ വിചാരിച്ചത് ബാക്കി പെട്ടികളൊക്കെ മാർട്ടിൻ എടുത്തോളുന്നതാണ്. അങ്ങനെ പുള്ളി ഉടനെ തന്നെ വണ്ടി അവിടെ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മാർട്ടിന്റെ ഒരു പെട്ടി മാത്രം ആ കാറിന്റെ ഡിക്കിലേക്ക് വെച്ചിട്ടില്ല. അതറിയാതെയാണ് മാർട്ടിൻ ഇപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്നത്. അങ്ങനെ ഹോട്ടലിലേക്കുള്ള യാത്രക്കിടയിൽ ലിസ് അയാളുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇവക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലുണ്ട്. അവളുടെ പേര് ഇസബെൽ എന്നാണ്. ഈ ശനിയാഴ്ച ബെർലിനിൽ വെച്ചിട്ട് അവളുടെ ഒരു ഷോ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് കാണാൻ പോകണം എന്നാണ് അവള് പറയുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോവാം എന്നാണ് മാർട്ടിൻ ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരവരുടെ ഹോട്ടലിലെത്തി. ഈ ഹോട്ടലിന്റെ പേര് ആഡ്ലോൺ എന്നാണ്. ഇവിടെ വെച്ചിട്ടാണ് ആ ഉച്ചകോടി നടക്കുന്നത്. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം അവളെ റിസപ്ഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മാർട്ടിൻ അയാളുടെ പെട്ടികളൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങി. ഈ സമയം ലിസ് ആണെങ്കിൽ നേരെ റിസപ്ഷനിലേക്കാണ് പോകുന്നത്. ഈ സമയത്താണ് മാർട്ടിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ടാക്സിയിൽ നിന്ന് മുഴുവൻ പെട്ടികൾ ഇറക്കി. എന്നാൽ ഒരു പെട്ടി മിസ്സിംഗ് ആണ്. അതാണ് അയാളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെട്ടി. അയാളുടെ ഐഡന്റിറ്റിയെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഉള്ളത് ആ പെട്ടിയിലാണ്. അത് മിസ്സായതുകൊണ്ട് അയാൾക്ക് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ലിസ് ആണെങ്കിൽ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കുകയാണ്. അവരൊരു സ്യൂട്ട് റൂം ആയിരുന്നു ബുക്ക് ചെയ്തത്. എന്നാൽ ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയുന്നു ചില സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് സ്യൂട്ട് റൂം ഒന്നും ഇപ്പോൾ ഒഴിവില്ല എന്നാണ്. അത് കേൾക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ ഒരാഴ്ച മുമ്പേ പറഞ്ഞ് ബുക്ക് ചെയ്താണല്ലോ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്തതാ എന്നാണ് അവൾ അയാളുടെ അടുത്ത് പറയുന്നത്. അത്രയും ആ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞ് മാർട്ടിനെയാണ് നോക്കുന്നത്. ഈ സമയം അയാളാണെങ്കിൽ മറ്റൊരു ടാക്സി വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് അവൾ കാണുന്നത്. അയാൾ പെട്ടിയെടുക്കാൻ വേണ്ടി തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇവൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളാകെ സംശയിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി പുള്ളിയുടെ മൊബൈൽ എടുത്തിട്ട് ലിസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ റേഞ്ച് കാണിക്കുന്നില്ല. ഒരു ലേഡിയാണ് ആ ടാക്സി ഓടിക്കുന്നത്. അവളുടെ പേര് ജീന എന്നാണ്. അങ്ങനെ കുറെ പോയി കഴിയുമ്പോൾ അവരിപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിലെത്തി. കണ്ടാൽ തന്നെ അറിയാം ഇപ്പോഴൊന്നും അവർക്ക് അതുവഴി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന്. അത് മനസ്സിലായതുകൊണ്ട് നീ എയർപോർട്ടിലേക്ക് വേറെ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിലേ പോകാൻ നോക്ക് എന്നാണ് മാർട്ടിൻ പറയുന്നത്. അത് കേട്ട ഉടനെ ജീന വണ്ടി തിരിക്കുകയാണ്. അങ്ങനെ ആ റൂട്ടിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അവരുടെ മുന്നിലായിട്ടൊരു ട്രക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതിലെ കയറ് പൊട്ടി ഒരു ഫ്രിഡ്ജ് പുറകിലേക്ക് തെറിച്ചു വീഴാണ്. അത് മാർട്ടിൻ ഇരിക്കുന്ന ആ ടാക്സിയുടെ മുന്നിലേക്കാണ് വന്നു വീഴുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ കൺട്രോൾ തെറ്റി അത് തൊട്ടപ്പുറത്തുള്ള നദിയിലേക്ക് വീഴാണ്. അങ്ങനെ ആ വെള്ളത്തിലേക്ക് വീണ് കഴിയുമ്പോൾ ജീൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു സാധനം എടുത്തിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം അവള് നോക്കുമ്പോൾ മാർട്ടിനാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അയാളുടെ തല ഗ്ലാസ്സിൽ ഇടിച്ചിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അയാളെയും രക്ഷിച്ച് മുകളിലേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും ആംബുലൻസ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവര് നോക്കുമ്പോൾ മാർട്ടിന് ബോധമില്ല. അവരയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ജീനയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ 4 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അയാൾക്ക് ബോധം വരുന്നത്. ഈ 4 ദിവസവും അയാൾ കോമയിലായിരുന്നു. മാർട്ടിന് ബോധം വരുമ്പോൾ അയാൾ ICUവിലാണ്. അയാളുടെ അടുത്തായിട്ട് ഒരു നേഴ്സ് നിൽക്കുന്നുണ്ട്. മാർട്ടിന് ബോധം വരുന്ന കാണുമ്പോൾ അയാൾ ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കുകയാണ്. ബോധം വന്ന ഉടനെ തന്നെ മാർട്ടിൻ തിരക്കുന്നത് ലിസിനെയാണ്. ഈ സമയം ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപകടം പറ്റിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 4 ദിവസം നിങ്ങൾ കോമയിലായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഭാര്യ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപകടം പറ്റുമ്പോൾ നിങ്ങൾ മാത്രമേ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അതെങ്ങനെ ശരിയാവും? ഞാൻ ബെർലിനിലേക്ക് വന്നപ്പോൾ എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ അവളെവിടെ? അവൾക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെയാണ് മാർട്ടിൻ ചോദിക്കുന്നത്. ഈ സമയം ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക് മിസ്റ്റർ മാർട്ടിൻ, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങളൊന്ന് സമാധാനപ്പെട്. നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവളുടെ കയ്യിൽ ഫോണുണ്ടോ? അതിന്റെ നമ്പർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാണ് ഡോക്ടർ വീണ്ടും ചോദിക്കുന്നത്. എന്നാൽ ആ അപകടത്തിന്റെ ആഘാതത്തിൽ മാർട്ടിൻ ആ നമ്പർ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എയർപോർട്ടിൽ വന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ഓർമ്മയുണ്ട്. അയാൾ അതൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്ക് നല്ല രീതിയിലുള്ള ക്ഷതമാണ് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കോളും. പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം, നിങ്ങൾ മിസ്സിംഗ് ആണെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. മാർട്ടിനിപ്പം അവിടുത്തെ TV-യിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ നേഴ്സ് അങ്ങോട്ട് വരുന്നത്. അവളെ കാണുമ്പോൾ എന്റെ ഭാര്യയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയായിരുന്നോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നാണ് അവൾ മറുപടി പറയുന്നത്. അതെല്ലാം കേട്ട് മാർട്ടിൻ ആണെങ്കിൽ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ വെച്ചിരിക്കുന്ന അയാളുടെ ചെറിയൊരു പുസ്തകവും ഒരു വാച്ചും അയാൾ കാണുന്നത്. ആ വാച്ചിനൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ആനിവേഴ്സറിക്ക് അവളെ ഗിഫ്റ്റ് ചെയ്ത വാച്ചാണത്. പുള്ളി ഇപ്പം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവർ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തതൊക്കെയാണ് ഇപ്പോൾ അയാളുടെ മനസ്സിലേക്ക് വരുന്നത്.
ആ വാച്ച് നോക്കി കഴിഞ്ഞതിന് ശേഷം മാർട്ടിൻ അടുത്തതായിട്ട് നോക്കുന്നത് ആ ചെറിയ പുസ്തകമാണ്. അത് മാർട്ടിന്റെ അച്ഛൻ അയാൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടിവിയിലെ ന്യൂസിലേക്ക് അയാൾ ശ്രദ്ധിക്കുന്നത്. അത് മാർട്ടിൻ പങ്കെടുക്കേണ്ട ആ ഉച്ചകോടിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ന്യൂസിൽ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ വർഷത്തെ ബയോടെക്നോളജിയെ കുറിച്ചിട്ടുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രാജകുമാരനായ ഷാഡ ബെർലിനിലേക്ക് എത്തിയിട്ടുണ്ട്. രാജകുമാരൻ തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന സ്ഥിതിക്ക് ഈ 10ാമത്തെ ഉച്ചകോടി വളരെ പ്രധാനപ്പെട്ട ഒരു സയന്റിഫിക് വിപ്ലവത്തിന് തന്നെ സാക്ഷിയാവും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ സയന്റിസ്റ്റുകളും സെൻട്രൽ ബെർലിനിലുള്ള ആഡംബര ഹോട്ടലായ അഡ്ലോണിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്. ആ ഹോട്ടലിന്റെ പേര് കേൾക്കുമ്പോഴാണ് മാർട്ടിന് ആ കാര്യം ഓർമ്മ വരുന്നത്. അയാളും അങ്ങോട്ട് തന്നെയാണല്ലോ വന്നത്. അങ്ങനെ അയാൾ വേഗം തന്നെ അയാളുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അയാൾ അങ്ങനെ ഒന്നും പറയാതെ പോകുന്ന കാണുമ്പോൾ ഡോക്ടർ അയാളുടെ പുറകെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ, നോക്കൂ ഡോക്ടർ, എന്റെ ഭാര്യ ഈ നഗരത്തിലുണ്ട്. അവൾക്ക് എന്നെക്കുറിച്ച് ഒരു കാര്യം അറിയത്തില്ല. അവളാകെ പേടിച്ചിരിക്കായിരിക്കും. അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടുപിടിക്കണം എന്നാണ് മാർട്ടിൻ പറയുന്നത്. അതേക്കുമ്പോൾ, ഓക്കെ നിങ്ങൾ പോയിക്കോ, പക്ഷെ ഇതിലൊരു ഒപ്പിട്ട് തന്നിട്ട് പോയാൽ മതി. പിന്നെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു കാർഡ് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കാർഡ് മേടിച്ചതിന് ശേഷം മാർട്ടിൻ നേരെ പോകുന്നത് ആ അഡ്ലോൺ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ്. അങ്ങനെ ഹോട്ടലിലെത്തി റിസപ്ഷനിൽ ചെന്നതിന് ശേഷം മാർട്ടിൻ അവിടുത്തെ ലേഡിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്റെ പേര് മാർട്ടിൻ ഹാരിസ് എന്നാണ്. ഞാൻ ഈ ഹോട്ടലിലെ ഒരു ഗസ്റ്റ് ആണ്. എന്റെ ഈ ഹോട്ടൽ റൂമിന്റെ കീ പോയി. എനിക്ക് പകരം ഒരു കീ തരാമോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ, അതിനെന്താ തരാലോ, നിങ്ങളുടെ ഐ ഡി ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നാണ് ആ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ, എന്റെ പാസ്പോർട്ടും ഐ ഡിയും എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്നെ റൂമിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ എനിക്കത് തെളിയിക്കാൻ പറ്റും എന്നാണ് മാർട്ടിൻ പറയുന്നത്. ഓ അങ്ങനെയാണോ, എന്നാൽ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കുകയാണ്. ഈ സമയത്താണ് മാർട്ടിൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അയാളുടെ ഭാര്യയായ ലിസ് അതിലെ നടന്നു പോവാണ്. അവളിപ്പോൾ പോകുന്നത് ആ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്കാണ്. അത് കണ്ട ഉടനെ തന്നെ മാർട്ടിനും അവിടേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അയാൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾക്ക് അലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഐ ഡി ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നാണ് അവരും ചോദിക്കുന്നത്. എന്നാൽ മാർട്ടിന്റെ അടുത്ത് ഐ ഡി ഒന്നുമില്ലല്ലോ. അവൻ അതൊക്കെ നഷ്ടപ്പെട്ട ആ കഥ തന്നെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ പ്രൊഫസർ ലിയോനെ കാണുന്നത്. ഈ ലിയോയുടെ ഒരു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. മാത്രമല്ല ഈ ലിയോ തന്നെയാണ് മാർട്ടിൻ ആ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചതും. അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല, എന്നാൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ സമയം മാർട്ടിൻ ലിയോനെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. അയാൾ അയാളുടെ 2 മക്കളെ അവിടെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് അയാൾ വീണ്ടും അയാളുടെ ഭാര്യയെ കാണുന്നത്. നിങ്ങൾ ആ നിൽക്കുന്ന കറുത്ത ഡ്രസ്സിട്ട ലേഡിയെ കണ്ടില്ലേ, അതെന്റെ ഭാര്യയാണ്. എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റും എന്നാണ് മാർട്ടിൻ പറയുന്നത്. അതേക്കുന്ന സെക്യൂരിറ്റി ഓഫീസർ ആണെങ്കിൽ അയാളെയും വിളിച്ചുകൊണ്ട് ലിസിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവളുടെ അടുത്തെത്തിയതിനു ശേഷം അവളെ വിളിച്ചു. എന്നാൽ അവളുടെ പെരുമാറ്റം മാർട്ടിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവള് മാർട്ടിനെ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ആരാണ്? നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോ, നിനക്കിതെന്ത് പറ്റി ലിസ്? ഞാൻ നിന്റെ ഹസ്ബൻഡായ മാർട്ടിനാണ്. നിനക്കെന്താ മനസ്സിലാവുന്നില്ലേ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എന്റെ ഹസ്ബൻഡോ? നിനക്കെന്താ വട്ടായോ? എന്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് മറ്റൊരാളെ അങ്ങോട്ട് വിളിക്കുകയാണ്. അതൊക്കെ കണ്ട് മാർട്ടിനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അയാൾ വീണ്ടും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ആ സെക്യൂരിറ്റി ഓഫീസേഴ്സൊക്കെ അയാളെ പുറത്തേക്ക് ആക്കുകയാണ്. അങ്ങനെ ആ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അയാളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ CCTV റൂമിലേക്കാണ്. CCTVയിൽ അയാൾ പതിഞ്ഞിട്ടുണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ആ പെട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മാർട്ടിൻ പുറത്തായിരുന്നല്ലോ. ലിസ് മാത്രമാണ് റിസപ്ഷനിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ CCTVയിൽ അവർക്ക് അയാളെ കാണാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് മറ്റൊരു ഓഫീസർ മാർട്ടിൻ ഹാരിസ് എന്ന പേരിൽ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ മാർട്ടിൻ ഹാരിസിന്റെ ഇമിഗ്രേഷൻ കൺഫേം ചെയ്തിട്ടുണ്ട്. നവംബർ 20 രാവിലെ 7:40 അവർ ബെർലിനിലേക്ക് എത്തിയത്. 8:50 ആവുമ്പോൾ മാർട്ടിൻ ഹാരിസിന്റെ ഭാര്യ ഈ ഹോട്ടലിൽ അവരുടെ സ്യൂട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് മാർട്ടിൻ ഹാരിസ് ഈ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തത്. അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞൊരു 3 മണിക്കാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഓഫീസർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, ഇതൊക്കെ തെറ്റാണ്. ഞാനാണ് യഥാർത്ഥ മാർട്ടിൻ ഹാരിസ്. ഇപ്പൊ ലിസിന്റെ കൂടെ നിൽക്കുന്നത് വേറെ ആരോ ആണ്. അയാളിപ്പോ ഞാനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്. പക്ഷെ തെളിവില്ലാത്തതുകൊണ്ട് അവരതൊന്നും വിശ്വസിക്കുന്നില്ല. അവര് ചോദിക്കുന്നത്, ഒരുപക്ഷെ അയാൾ കളവ് പറയായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഭാര്യ എന്താ നിങ്ങളെ തിരിച്ചറിയാത്തത്? അവള് പറയുന്നത് അയാളാണ് അവളുടെ ഭർത്താവെന്നാണ്. അപ്പൊ അതല്ലേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കൂ എന്നാണ് ആ സെക്യൂരിറ്റി ഓഫീസർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, അയാൾ അവളത് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതായിരിക്കും എന്നാണ് മാർട്ടിനെതിരെ മറുപടി പറയുന്നത്. എന്തിനാണ് അവളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. സെക്യൂരിറ്റി ഓഫീസർ വീണ്ടും പറയുന്നു, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എന്നെ കുറിച്ച് ഇന്റർനെറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്നാണ് മാർട്ടിൻ പറയുന്നത്. ഈ സമയം വേറൊരുത്തനാണെങ്കിൽ ഈ മാർട്ടിൻ ഹാരിസിനെ കുറിച്ച് ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്യാണ്. അമേരിക്കയിൽ 400-ലധികം മാർട്ടിൻ ഹാരിസ് ഉണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, 15 വർഷമായിട്ട് അയാൾ എന്റെ സുഹൃത്താണ്, റോഡ്നി കോൾ എന്നാണ് അയാളുടെ പേര്. നിങ്ങൾ അവനെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്നാണ് മാർട്ടിൻ പറയുന്നത്. എന്നാൽ മാർട്ടിൻ പറഞ്ഞു കൊടുത്ത പ്രകാരം അവർ റോഡ്നിയെ വിളിക്കുമ്പോൾ കോള് കണക്ട് ആവുന്നില്ല. വോയിസ് മെയിലിലേക്കാണ് അത് പോകുന്നത്. അത് കാണുമ്പോൾ മാർട്ടിൻ അടുത്ത കാര്യം പറയാൻ തുടങ്ങി.
എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, പ്രൊഫസർ ലിയോനോട് സംസാരിക്കേ. അദ്ദേഹമാണ് എന്നെ ഈ ഉച്ചകോടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് മാർട്ടിൻ പറയുന്നത്. മാർട്ടിൻ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് CCTVയിൽ അയാൾ ഒരു കാര്യം കാണുന്നത്. അത് ആ മാർട്ടിൻ 2 ലിസിനെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോകുന്നതാണ്. അത് കാണുമ്പോൾ നിങ്ങൾ എന്താണ് അയാളെ അറസ്റ്റ് ചെയ്യാത്തത്? അയാൾ ഇപ്പോഴും ഞാനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വേഗം അയാളെ അറസ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ എൻ്റെ വൈഫിന് അത് അപകടമാണ്. ഞങ്ങൾ എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്യണം? എല്ലാ രേഖകളും അയാൾ കൃത്യമായിട്ട് കാണിച്ചതിനോ അതോ അയാളുടെ ഭാര്യയുമായിട്ട് ഇവിടുത്തെ സ്യൂട്ടിൽ കഴിഞ്ഞതിനോ? അതിനാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ആ സെക്യൂരിറ്റി ഓഫീസർ ചോദിക്കുന്നത്. ഈ സമയത്താണ് അവിടെ ഇരിക്കുന്ന ഒരുത്തൻ മാർട്ടിന്റെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും മാർട്ടിൻ ഹാരിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നത്. എന്നാൽ ആ ഡീറ്റെയിൽസ് കാണുമ്പോൾ മാർട്ടിൻ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അതിൽ അയാളുടെ ഫോട്ടോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, നേരത്തെ കണ്ട ആ മാർട്ടിൻ 2ന്റെ ഫോട്ടോ ആണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ അയാളുടെ എല്ലാ പ്രതീക്ഷയും തെറ്റി. ഇനിയിപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എന്ന കാര്യം മാർട്ടിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ നൈസായിട്ട് അയാളുടെ അടവൊന്ന് മാറ്റുകയാണ്. എനിക്കറിയാം നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് എന്റെ ഓർമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നെന്റെ ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഞാൻ മാർട്ടിൻ ഹാരിസ് അല്ല. എനിക്ക് ആ ഡോക്ടറുടെ അടുത്തേക്ക് ഒന്നുകൂടെ പോകണം എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവന്റെ ആ ഡോക്ടറുടെ കാർഡ് എടുത്തിട്ട് അയാൾ ആ സെക്യൂരിറ്റി ഓഫീസറിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ ആ സെക്യൂരിറ്റി ഓഫീസറിന് വിശ്വാസമായി. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം 2 ആൾക്കാർ മാർട്ടിന്റെ ഒരു ടാക്സിയിൽ കയറ്റി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നാൽ ആ ടാക്സി ഹോട്ടലിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അയാൾ ആ ടാക്സിയിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം വീണ്ടും അയാൾ ആ ഹോട്ടലും ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഈ സമയം അയാൾ നോക്കുമ്പോൾ ലിസ് മാർട്ടിൻ 2ന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അവളാണ് ഈ കളിച്ച് ചിരിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അവൾക്ക് ഒരു ടെൻഷനുള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെയാണ് മാർട്ടിൻ അതൊക്കെ നോക്കി നിൽക്കുന്നത്. അങ്ങനെ മാർട്ടിൻ അടുത്തതായിട്ട് പോകുന്നത് ഒരു ഫോൺ ബൂത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് അയാൾ നേരത്തെ വിളിക്കാൻ പറഞ്ഞ റോട്ട്നിയാണ് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോഴും കോള് കണക്ട് ആവുന്നില്ല. അയാളുടെ വോയിസ് മെയിലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ സമയം അയാൾ റോട്ട്നിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ബെർലിനിൽ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഞാനൊരു പ്രശ്നത്തിൽ പെട്ടുപോയി. എന്റെ ഭാര്യ പോലും ഇപ്പം എന്നെ തിരിച്ചറിയുന്നില്ല. ഇതിന്റെ പുറകിലൊക്കെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഈ മെസ്സേജ് കിട്ടിയാൽ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അയാൾ ഇപ്പം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മാർട്ടിൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഫോൺ ബൂത്തിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാൾ അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന കാര്യം മാർട്ടിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അയാളിപ്പം ഒരു സബ്വേ സ്റ്റേഷനിലെത്തി. ഈ സമയത്താണ് ആ കാറിലിരുന്ന മനുഷ്യൻ അയാളെ ഫോളോ ചെയ്തു വരുന്നത്. ഇയാളുടെ പേര് സ്മിത്ത് എന്നാണ്. അയാൾ തന്നെ പിടിക്കാനാണ് വരുന്നത് എന്ന കാര്യം മാർട്ടിന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അയാൾ അവനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ മാർട്ടിൻ ഒരു ട്രെയിനിന്റെ അകത്തേക്ക് കയറി. എന്നാൽ സ്മിത്തിന് കയറാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ട്രെയിനിന്റെ ഡോർ ക്ലോസ് ആയി. അങ്ങനെ ആ ട്രെയിനിലിരിക്കുമ്പോൾ മാർട്ടിൻ വേഗം തന്നെ അയാളുടെ ബുക്ക് എടുക്കുകയാണ്. അതിനുശേഷം അയാളുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയതിനു ശേഷം മാർട്ടിൻ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിലേക്കാണ്. ഈ സമയം അവിടെ ഒരു ടെലിഫോൺ ഡയറക്ടർ വെച്ചിട്ടുണ്ട്. പുള്ളി അതിൽ നിന്നും അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേജ് കീറിയെടുക്കുകയാണ്. അങ്ങനെ ആ പേജ് കീറിയെടുത്ത് കഴിയുമ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് ആ ടാക്സി കാറാണ്. ഇതേ ടാക്സി കാറിലാണ് അയാൾ ആക്സിഡന്റ് ആയത്. ആ ടാക്സി കാറിൽ കയറിയ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഓർമ്മ വരാൻ തുടങ്ങി. അങ്ങനെ മാർട്ടിൻ ഉടനെ തന്നെ ആ ടാക്സിയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. അയാൾ അവിടെ ചെന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കമ്പനിയുടെ ടാക്സിയിൽ സഞ്ചരിക്കുമ്പോഴാണ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായത്. എന്നെ രക്ഷിച്ചത് ഒരു ലേഡിയാണ്. എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ, അവളോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്. എന്നാൽ അവളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ഓണർ ആണെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടാണ് അയാളോട് സംസാരിക്കുന്നത്. കാരണം ആ ആക്സിഡന്റിന് ശേഷം അവൾ അവിടെ നിന്ന് മുങ്ങി. 20,000 യൂറോ ആണ് അയാൾക്ക് നഷ്ടം ഉണ്ടായത്. അതുകൊണ്ടാണ് അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇത്ര ദേഷ്യം. എന്നാൽ അയാളുടെ കൂടെ മറ്റൊരുത്തൻ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ബീക്കോ എന്നാണ്. ആ ഓണർ സംസാരിക്കുന്നത് അവിടുത്തെ ഭാഷയിലാണ്. ബീക്കോ ആണ് അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അവന്റെ സംസാരത്തിൽ ഓണർക്ക് അവൾ എവിടെയാണെന്ന് അറിയില്ലെങ്കിലും അവളെ കുറിച്ചിട്ട് ബീക്കോയ്ക്ക് അറിയാം എന്ന കാര്യം മാർട്ടിന് മനസ്സിലായി. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ബീക്കോ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നവരെ മാർട്ടിൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ബീക്കോ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ മാർട്ടിൻ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവൾ എവിടെയാണെന്ന് നിനക്കറിയാം എന്ന കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് ജസ്റ്റ് അവളോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി മാത്രമാണ് എന്റെ ജീവൻ രക്ഷിച്ചതിന്. മാത്രമല്ല എന്നെ രക്ഷിച്ചതിന് കുറച്ച് പൈസ അവൾക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് നീ അവൾ എവിടെയാണെന്നൊന്ന് പറഞ്ഞതാ എന്നാണ് മാർട്ടിൻ പറയുന്നത്. ഈ ജീനയ്ക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം ഈ ബീക്കോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയാളോട് പറയാണ്. അങ്ങനെ മാർട്ടിൻ നേരെ പോകുന്നത് ആ ജീനയെ കാണാൻ വേണ്ടിയിട്ടാണ്. അവളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മാർട്ടിനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ആളെ മനസ്സിലായി. ഈ സമയം മാർട്ടിൻ അവളോട് ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് നിന്റെ ടാക്സി കയറിയത്, എനിക്ക് എങ്ങോട്ടായിരുന്നു പോവേണ്ടിയിരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അവളാണെങ്കിൽ അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. അവൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് അവൾ പറയാത്തതുകൊണ്ട് വളരെ നിരാശയോടെയാണ് മാർട്ടിൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകുന്നത്. അങ്ങനെ മാർട്ടിൻ അടുത്തതായിട്ട് പോകുന്നത് ആ പ്രൊഫസർ ലിയോയുടെ ലാബിലേക്കാണ്. എന്നാൽ ലിയോയുടെ അടുത്ത് ചെല്ലുമ്പോൾ മാർട്ടിൻ 2 അയാളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്.
ഈ സമയം മാർട്ടിൻ ആണെങ്കിൽ ഞാനാണ് യഥാർത്ഥ മാർട്ടിൻ ഹാരിസ് എന്ന് തെളിയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ലിയോയുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഈ ലിയോയ്ക്ക് 2 മക്കളാണ്, ഇരട്ടകളാണ് അവരുടെ പേര് ലോറൽ എന്നും ലില്ലി എന്നുമാണ്. ഇയാൾ ഈ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു തരം വിളകളിലാണ്. ഈ കാര്യമൊക്കെ ലിയോ മാർട്ടിന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യമൊക്കെയാണ് മാർട്ടിൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാർട്ടിൻ ഹാരിസ് എന്തൊക്കെയാണോ പറയുന്നത് അതേ കാര്യം തന്നെ മാർട്ടിൻ 2ഉം പറയാൻ തുടങ്ങി. ഇവർ രണ്ടും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ലിയോയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനായി. ഈ സമയത്താണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ നോക്ക് ഓഫീസേഴ്സ്, ഇവിടെ നിൽക്കുന്ന ആള് ഞാനാണെന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ യഥാർത്ഥ മാർട്ടിൻ ഹാരിസ് അല്ല, ഞാനാണ് യഥാർത്ഥ മാർട്ടിൻ ഹാരിസ് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ യഥാർത്ഥ മാർട്ടിൻ അല്ലാന്നോ, എനിക്കത് തെളിയിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ 2 അയാളുടെ പേഴ്സ് എടുത്ത് കാണിക്കുകയാണ്. അതിനകത്ത് അയാളുടെ ഒരു ID കാർഡ് ഉണ്ടായിരുന്നു. അതിൽ മാർട്ടിൻ ഹാരിസ് എന്ന് തന്നെയാണ് അയാളുടെ പേര്. മാത്രമല്ല ലിസിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അതിലുണ്ടായിരുന്നു. ഇതേ ഫോട്ടോ തന്നെ മാർട്ടിന്റെ അടുത്തുണ്ട്. അതൊക്കെ കണ്ടാകെ അന്തം വിട്ട് നിൽക്കുകയാണ് മാർട്ടിൻ. ഈ സമയമാകുമ്പോഴേക്കും അയാൾ ഉള്ള കിളി മൊത്തം പോയിട്ടുണ്ട്. അയാൾ ബോധം കെട്ട് വീഴാണ്. പിന്നീട് അയാൾക്ക് ബോധം വരുമ്പോൾ മാർട്ടിൻ നേരത്തെ കണ്ട ഹോസ്പിറ്റലിലാണ്. ആ നേഴ്സ് തന്നെയാണ് അയാളുടെ റൂമിൽ നിൽക്കുന്നത്. ഈ സമയം അയാളുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ നേഴ്സ് അയാളുടെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. ശരിക്കും ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ പറഞ്ഞുതരാം. ഇയാളെ സത്യം കണ്ടെത്താൻ മിടുക്കനാണ് എന്ന് പറഞ്ഞിട്ട് അവൾ എർഗൻ എന്നു പേരുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് മാർട്ടിൻ എഴുതി കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. തെറ്റെന്റെ ഭാഗത്തായിരുന്നു മാർട്ടിൻ, ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന കൺഫ്യൂഷനാണ്, ഓർമ്മ നഷ്ടപ്പെടൽ, പൂർണ്ണമായോ ഭാഗികമായോ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടൽ. ഈ ഒരു അസുഖമുള്ള ആൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സിംറ്റംസ് ഒക്കെ സാധാരണ കാണാറുള്ളതാണ്. ഒരാൾ കോമയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുമ്പ് വെറും സങ്കല്പമായിരുന്ന പലതും യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചേക്കാം. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിങ്ങളൊന്ന് മയക്കി കിടത്താൻ പോവാണ്. എന്നിട്ട് ഒരു MRI കൂടെ എടുത്തിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ മാർട്ടിൻ ഹാരിസ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാണ് മാർട്ടിൻ ചോദിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ അയാളെക്കുറിച്ച് കൂടുതൽ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ഡോക്ടർ അയാളുടെ MRI എടുക്കാൻ തുടങ്ങി. ഈ സമയത്തും ലിസുമായിട്ടുള്ള ഓർമ്മകളാണ് അയാളുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ MRI ഒക്കെ എടുത്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട സ്മിത്ത് അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ മാർട്ടിനാകെ ടെൻഷൻ ആവാൻ തുടങ്ങി. ഈ സമയം സ്മിത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് തിരിച്ചു കിടത്തുകയാണ്. അതിനുശേഷം ആ സ്മിത്ത് അയാൾക്ക് ഒരു ഡ്രിപ്പ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അയാളെ മയക്കാനുള്ള ചില മരുന്നുകളാണ് അയാൾ ആ ഡ്രിപ്പിൽ കുത്തിവെക്കുന്നത്. അയാൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നേഴ്സ് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ സ്മിത്ത് ആ നേഴ്സിനെ കയറി പിടിക്കുകയാണ്. അതിനുശേഷം അവളുടെ കഴുത്തൊടിച്ചിട്ട് അവളെ കൊന്നുകളയുന്നു. അങ്ങനെ അവളിപ്പോൾ വീണിരിക്കുന്നത് നേരെ മാർട്ടിന്റെ മുമ്പിലാണ്. ഈ സമയം സ്മിത്ത് ആണെങ്കിൽ എന്തോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. അതിനിടയിൽ മാർട്ടിൻ നോക്കുമ്പോൾ ആ നേഴ്സിന്റെ പോക്കറ്റിലായിട്ട് ഒരു കത്രിക കാണുന്നുണ്ട്. അയാൾ വളരെ കഷ്ടപ്പെട്ട് അത് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് സ്മിത്ത് അങ്ങോട്ട് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ ആ നേഴ്സിനെ പിടിച്ച് മാറ്റുന്നു. എന്നാൽ അപ്പോഴേക്കും മാർട്ടിൻ ആണെങ്കിൽ ആ കത്രിക എടുത്തിട്ടുണ്ട്. അങ്ങനെ അയാൾ ആ നേഴ്സിനെ അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് മാർട്ടിൻ പെട്ടെന്ന് തന്നെ അയാളെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടൊക്കെ ആ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാണ്. അതിനുശേഷം വേഗം തന്നെ പുറത്തേക്ക് ഓടി പോകുന്നു. ഈ സമയം ആ സ്മിത്തും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ അയാൾ അവനെ പിടിക്കുമ്പോഴേക്കും മാർട്ടിൻ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടുത്തതായിട്ട് മാർട്ടിൻ ശ്രമിക്കുന്നത് ലിസിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ആ ഹോട്ടൽ റൂമിലേക്കാണ് അയാൾ വിളിക്കുന്നത്. എന്നാൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് മാർട്ടിൻ 2 ആണ്. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ആ നേഴ്സ് കൊടുത്ത കാർഡ് അയാൾ ശ്രദ്ധിക്കുന്നത്. ഇനിയിപ്പോൾ മാർട്ടിന്റെ മുമ്പിൽ അയാളെ കാണാന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ അയാൾ ആ എർഗനെ അന്വേഷിച്ചു പോവാണ്. ഈ എർഗൻ എന്ന് പറയുന്നത് പണ്ടൊരു ചാരനായിട്ട് വർക്ക് ചെയ്തതാണ്. മാർട്ടിനിപ്പം അയാൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ എർഗന്റെ അടുത്ത് പറയാണ്. മാർട്ടിൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എർഗൻ മാർട്ടിന്റെ കയ്യിലുള്ള പുസ്തകമാണ് ചെക്ക് ചെയ്യുന്നത്. ആ പുസ്തകം അയാൾ മറിച്ചു നോക്കുമ്പോൾ അതിൽ ചില നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ വൈഫ് എഴുതിയതാണ്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നാണ് മാർട്ടിൻ പറയുന്നത്. അടുത്തതായിട്ട് അയാൾ ചെക്ക് ചെയ്യുന്നത് മാർട്ടിൻ എഴുതിയ ഷെഡ്യൂളും കാര്യങ്ങളുമാണ്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ഈ ആഴ്ചത്തേക്കുള്ള ഒരു ഷെഡ്യൂളാണ്, ഞാനത് ഓർത്തെടുത്ത് എഴുതിയതാണ് എന്നാണ് മാർട്ടിൻ പറയുന്നത്. അങ്ങനെ ആ പുസ്തകമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അയാൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഭാര്യയുടെ ഭാഗം എന്താണ് ഇതിൽ? അവർക്ക് ഏതെങ്കിലും പുതിയ സുഹൃത്തോ പരിചയക്കാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഹേയ്, അങ്ങനെ ആരുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് അറിയാൻ സാധിക്കുമായിരുന്നു. അത് നമ്മൾ ആണുങ്ങളുടെ തോന്നലല്ല മാർട്ടിൻ. ചിലപ്പോൾ നീ അറിയാത്ത എന്തെങ്കിലും ബന്ധം അവൾക്ക് ഉണ്ടെങ്കിലോ? ഏയ് ലിസ് അങ്ങനെയല്ല, എനിക്ക് അവളെ നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ എന്നിട്ടും അവക്കിപ്പം നിന്നെ അറിയത്തില്ലല്ലോ. നോക്കി എർഗൻ, ആരാണിത് ചെയ്യുന്നതെങ്കിലും അവരിത് കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ കയ്യിൽ പാസ്പോർട്ടുകളും ക്രെഡിറ്റ് കാർഡുകളും ഫാമിലി ഫോട്ടോകളും എല്ലാം ഉണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് കാലം പ്ലാൻ ചെയ്തു എന്നല്ലേ? അവർക്ക് എന്റെ റിസർച്ചിനെ കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ അറിയാം. എനിക്ക് പ്രൊഫസർ ലിയോയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നിങ്ങളൊരു അപകടത്തിൽപ്പെടാൻ പോവുകയാണെന്നും ഒരു അപരിചിതം വന്ന് നിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ പോവുകയാണെന്നും അവരെങ്ങനെ അറിയാനാണ്? നീ പറയുന്ന ആൾക്കാർ മിടുക്കന്മാരായിരിക്കും, പക്ഷെ അവര് ദൈവമൊന്നുമല്ലല്ലോ. എവിടെയോ ഒരു തെളിവ് ബാക്കിയുണ്ട് എർഗൻ. അവരെല്ലാ കാര്യവും ഉറപ്പായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല.
ഓക്കെ, പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, അവരെന്തിന് നിന്റെ സ്ഥാനം തട്ടിയെടുക്കണം? നീയായി മാറിയതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാണ്? നിങ്ങളുടെ എക്സിസ്റ്റൻസ് നിഷേധിച്ചതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് നേട്ടമാണുള്ളത്? അതൊന്നും എനിക്ക് അറിയത്തില്ല യർഗൻ, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ മിസ്റ്റർ മാർട്ടിൻ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തിയറിയുണ്ട്. ആവശ്യത്തിന് ചോദ്യങ്ങൾ ചോദിച്ചാൽ നുണ പറയുന്ന ഒരാളാണെങ്കിൽ അവസാനം അയാൾ പറയുന്ന കഥയിൽ മാറ്റങ്ങൾ വരുത്തും. പക്ഷെ കഥ എത്ര വിചിത്രമാണെങ്കിലും അയാൾ സത്യമാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും അയാൾ അതിൽ മാറ്റം വരുത്തത്തില്ല. ഈ ഒരു തിയറിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. അതായത് നിങ്ങൾ പറയുന്ന ഒക്കെ സത്യമാണ്. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്കൊരു കൊളീഗ് ഉണ്ടെന്ന്? റോട്ട്നിക്കോൾ എന്നല്ല അയാളുടെ പേര്. ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പിന്നെ ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ അല്ലേ? മാത്രമല്ല അവിടെ സമയവ്യത്യാസവും കാണും, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടാൻ താമസിച്ചേക്കും. പക്ഷെ ഇതിനൊക്കെ കുറച്ച് ചെലവുണ്ട് കേട്ടോ എന്നാണ് യർഗൻ പറയുന്നത്. അത് കേൾക്കുന്ന മാർട്ടിനാണെങ്കിൽ അയാളുടെ പോക്കറ്റിലുള്ള മുഴുവൻ കാശും ആ യർഗന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അത് കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള പൈസ ഞാൻ പിന്നീട് എത്തിക്കാം എന്നാണ് മാർട്ടിൻ പറയുന്നത്. എന്നാൽ യർഗനാണെങ്കിൽ അതിൽ നിന്ന് ഒരു നോട്ട് മാത്രമാണ് എടുക്കുന്നത്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു 24 മണിക്കൂർ സമയം വേണം. നാളെ വൈകുന്നേരം എന്നെ ഒന്ന് വിളിക്കുക. പിന്നെ വേറൊരു കാര്യം നീ ചെയ്യണം, ആ ടാക്സി ഡ്രൈവർ ഉണ്ടല്ലോ അവളെ ഒന്ന് കണ്ടുപിടിക്കുക. അവൾ എന്നോട് സംസാരിക്കുമെന്ന് നോക്കട്ടെ. അവൾ ഇതിന്റെ എല്ലാം തുടക്കം മുതലേ ഉണ്ട്. ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും അറിയാമായിരിക്കും. ഞാനതിന് ശ്രമിച്ചതാണ്, പക്ഷെ അവൾ എന്നോടൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. നീ ഒന്നുകൂടെ ശ്രമിക്കേ, ചിലപ്പോൾ നമ്മൾ കാണാതെ പോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആരും കാണാതെ പോയ കാര്യം കണ്ടുപിടിക്കാനാണ് ഞാൻ മിടുക്കൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്ക് എന്നാണ് യർഗൻ പറയുന്നത്. അങ്ങനെ മാർട്ടിൻ നേരെ പോകുന്നത് ആ ജീനയുടെ അടുത്തേക്കാണ്. ഇവളിങ്ങനെ ഒന്നും പറയാതെ നടക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിപ്പോൾ ഇല്ലീഗലായിട്ടാണ് ഈ രാജ്യത്ത് നിൽക്കുന്നത്. അവളുടെ വിസ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഫൈനും അവൾ അടയ്ക്കാനുണ്ട്. അതുകൊണ്ടാണ് അവളിങ്ങനെ ഒളിച്ചു കഴിയുന്നത്. ഈ സമയം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം നിന്റെ പ്രശ്നങ്ങളൊക്കെ, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ട പൈസ ഞാൻ തരാം. തൽക്കാലം നീ ഈ വാച്ച് എടുത്തോ, ഇത് വിറ്റ് കഴിഞ്ഞാൽ 5000 യൂറോ വരെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ അവന്റെ ഭാര്യ അവന് ഗിഫ്റ്റ് കൊടുത്ത് ആ വാച്ച് ഊരിയിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. ആ വാച്ച് കാണുമ്പോൾ അവൾ അവനെ സഹായിക്കാമെന്ന് സംഭവിക്കുന്നു. അങ്ങനെ അവൾ നേരെ അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് അവൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്കാണ്. ഇതേ സമയം തന്നെ യർഗനാണെങ്കിൽ അയാളുടെ ഹോൾഡൊക്കെ വെച്ചിട്ട് ചില ഇൻഫർമേഷൻസ് ഒക്കെ തപ്പിയെടുക്കാൻ തുടങ്ങി. അയാളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ആ ഉച്ചകോടിയുടെ കാര്യങ്ങളൊക്കെയാണ്. അതിൽ ആ ലിയോയുടെ പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ആ രാജകുമാരനായ ഷാഡയുടെ ഡീറ്റെയിൽസ് അതിൽ പറയുന്നുണ്ട്. ഈ സമയം അയാൾ ആ ഷാഡയെ കുറിച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും അയാൾക്കെതിരെ ഉണ്ടായ ചില കൊലപാതക ശ്രമങ്ങളുടെ വീഡിയോസ് ഒക്കെ ഈ യർഗന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ നടക്കുന്ന പ്രശ്നം ഈ രാജകുമാരനായ ഷാഡയുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യം യർഗന് മനസ്സിലായി. ഇതേ സമയം തന്നെ മാർട്ടിനാണെങ്കിൽ അവളുടെ ബാത്റൂമിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ സ്മിത്ത് അവളുടെ വീട്ടിലേക്ക് വരുന്നത്. ഈ സ്മിത്തിന്റെ കൂടെ ജോൺസ് എന്ന പേരുള്ള വേറൊരുത്തനുണ്ട്. വന്ന ഉടനെ തന്നെ ആ സ്മിത്ത് ജീനയാണ് പിടിക്കുന്നത്. ഈ സമയം ജോൺസ് ആണെങ്കിൽ മാർട്ടിനെ അന്വേഷിച്ചു പോവാണ്. എന്നാൽ അയാൾ ബാത്റൂമിൽ നോക്കുമ്പോൾ മാർട്ടിൻ അവിടെ ഇല്ല. അയാൾ ഒരു ജനൽ വഴി രക്ഷപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ ജോൺസും ആ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ സ്മിത്ത് ആണെങ്കിൽ അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്നാണ് മാർട്ടിൻ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം മാർട്ടിനും ജീനയും കൂടെ സ്മിത്തിനെ കൊന്നുകളയാണ്. അങ്ങനെ അയാളുടെ പണി നിർത്തിട്ട് അവർ വേഗം തന്നെ അവിടെ കിടക്കുന്ന ഒരു ടാക്സി എടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതെല്ലാം ആ ജോൺസും കാണുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ചേസിംഗ് ആണ്. അതിനിടയിലാണ് അവരുടെ കാർ ആക്സിഡന്റ് ആവുന്നത്. മാർട്ടിനുള്ള കാർ ഇപ്പം മറിഞ്ഞിട്ട് ഒരു റെയിൽവേ ട്രാക്കിലേക്കാണ് വീണിരിക്കുന്നത്. ഈ സമയം ട്രെയിനും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ആ ട്രെയിൻ ആ കാറിൽ വന്ന് ഇടിക്കുമ്പോഴേക്കും മാർട്ടിനും ജീനയും വേഗം പുറത്തേക്ക് കിടക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ നേരെ പോകുന്നത് ജീനയ്ക്ക് അറിയുന്ന ഒരു ബാറിലേക്കാണ്. ജീനയാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലാണ്. കാരണം ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവനെ കുറെ തെറിയൊക്കെ പറയാൻ തുടങ്ങി. ഈ സമയം മാർട്ടിനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ പുസ്തകമാണ് ചെക്ക് ചെയ്യുന്നത്. അതിൽ അവന്റെ വൈഫ് എഴുതിയ ചില നമ്പേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അവന്റെ ആ പുസ്തകത്തിലുണ്ടായിരുന്ന ചില വാക്കുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ആ വാക്കുകളൊക്കെ ആ പുസ്തകത്തിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവൻ അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ യർഗനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മാർട്ടിൻ ആദ്യം പറയുന്ന ആ വാക്കുകളെ കുറിച്ചാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോഡാണ്. ആദ്യത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് ഒരു ബുക്കിന്റെ പേജാണ്. ആ പേജിലെ രണ്ടാമത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക്. ആ വാക്കുകൾ 2 ചെടികളുടെ ലാറ്റിൻ പേരാണ്. ഫെയറി ലാൻഡേൺ, കാലിഫോർണിക്ക ബേ. ഇത് രണ്ടും സാധാരണ കാണാറുള്ള പുഷ്പിക്കുന്ന ചെടികളാണ്. പക്ഷെ ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല എന്നാണ് മാർട്ടിൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇനി ഇത് നിങ്ങളുടെ പ്രൊഫസർ ലിയോയുടെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്നാണ് യർഗൻ ചോദിക്കുന്നത്. പ്രൊഫസറിന്റെ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല ഇത് എന്നാണ് മാർട്ടിൻ പറയുന്നത്. അടുത്തതായിട്ട് യർഗൻ ചോദിക്കുന്നത് പ്രൊഫസർ ലിയോയും രാജകുമാരൻ ഷാഡയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ്. അത് കേൾക്കുമ്പോൾ അവര് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഈ രാജകുമാരനാണ് ആ ഉച്ചകോടിയുടെ സ്പോൺസർ തന്നെ. അവർ രണ്ടുപേരും പുരോഗമനവാദികളാണ്. പ്രൊഫസർ ലിയോയ്ക്ക് ലോകത്തിന്റെ തന്നെ വിശപ്പടക്കണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം ലോകത്തിന് തുറന്നു കൊടുത്തു. അതും ഫ്രീ ആയിട്ട്. രാജകുമാരനാണ് പ്രൊഫസർക്ക് വേണ്ട പണം കൊടുത്തിരുന്നത്. രാജകുമാരൻ അറിയാം ഇവിടുത്തെ എണ്ണപ്പാടങ്ങളൊക്കെ വറ്റിയാലും ലോകത്തിന് ഭക്ഷണം വേണ്ടിവരുമെന്ന്. അവരുടെ ആ അഗ്രികൾച്ചറൽ പാറ്റന്റുകൾ അമൂല്യമാണ് എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്.
അതെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം ഓക്കെ, പക്ഷെ രാജകുമാരന് ഇങ്ങനത്തെ പുരോഗമന ചിന്താഗതി ഉള്ളതുകൊണ്ട് വലിയ വിലയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത്. സ്വന്തം രാജ്യത്തിലെ തീവ്രവാദികൾ തന്നെ അദ്ദേഹത്തിന് വെറുത്തു. പല തവണ അവർ അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. എന്നിട്ടും അതേ പാതയിൽ തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ഈ പ്രൊഫസർ ലിയോയുടെ പ്രസംഗത്തിന് മുമ്പ് ഇന്ന് രാത്രി ഒരു കോക്ടെയിൽ പാർട്ടി ഉണ്ടല്ലോ, ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ അതാണ് ഇവിടെ പോയിന്റ്. ചിലർക്ക് നീ ആകാൻ അതൊരു കാരണമായിരിക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നിന്റെ പേരിൽ ആ രാജകുമാരനെ കൊല്ലാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് യർഗൻ പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം അവർ അവിടെ നിന്ന് പിരിഞ്ഞു. ഈ സമയം മാർട്ടിൻ ജീനയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യർഗൻ പറഞ്ഞ ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷെ അത് തെളിയിക്കാൻ നമുക്ക് കഴിയത്തില്ല. എന്തായാലും ഇനി ഒരൊറ്റ വഴിയുള്ളൂ, എങ്ങനെയെങ്കിലും ലിസിനെ കണ്ടുപിടിക്കണം. അവളെ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ എന്റെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് അവൾ എവിടെയായിരിക്കും എന്ന് എനിക്കറിയാം. നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ആ മാർട്ടിൻ 2 ഉണ്ടല്ലോ, അയാളെ ഒന്ന് ഷാഡോ ചെയ്യണം. അയാൾ ലിസിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതെന്നെ ഒന്ന് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ ലിസിനെ കാണാൻ വേണ്ടി പോവാണ്. ലിസ് ഇപ്പോൾ ഉള്ളത് ആ ഇസബലിന്റെ ഷോയിലാണ്. ഈ ഒരു ഷോയെ കുറിച്ചിട്ടാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ അവള് കാറിൽ വെച്ചിട്ട് മാർട്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാർട്ടിൻ ആ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അയാൾ തീരെ പ്രതീക്ഷിക്കാതെ ആ ജോൺസും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി അവൻ കാണാതെ വേണം ലിസിന്റെ അടുത്തേക്ക് പോവാൻ. അതിനുള്ള ശ്രമത്തിലാണ് മാർട്ടിൻ. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് ലിസിന്റെ അടുത്തെത്തി. എന്നാൽ ഈ സമയം അവളുടെ കൂടെ മറ്റേ മാർട്ടിൻ ഇല്ലാത്തതുകൊണ്ട് അവൾ അവന്റെ അടുത്ത് അവന്റെ ഭാര്യയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ മാർട്ടിൻ, എനിക്കിപ്പോ നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാൽ അവര് നമ്മളെ രണ്ടുപേരെയും കൊല്ലും. എനിക്കറിയാം ഇവിടെ നടക്കുന്ന ഒന്നും നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന്. നിന്റെ ആ പെട്ടിയുണ്ടല്ലോ, അത് നീ എയർപോർട്ടിൽ വെച്ച് മറന്നു. അതാണ് മൊത്തം പ്രശ്നമായത്. അത് എടുക്കാൻ പോയത് കൊണ്ടാണ് നിനക്ക് ആക്സിഡന്റ് പറ്റിയത്. ഇപ്പൊ ആ പെട്ടി നിനക്ക് നഷ്ടപ്പെട്ടു. നീ എങ്ങനെയെങ്കിലും അത് കണ്ടെത്തണം. എന്നാലേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആ പെട്ടി കണ്ടെത്തി എനിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യ്. ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കിസ് ചെയ്യാണ്. ഈ സമയത്താണ് ജീന അങ്ങോട്ട് വരുന്നത്. അവൾ നോക്കുമ്പോൾ അവർ തമ്മിൽ കിസ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ലിസ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജീന വേഗം തന്നെ മാർട്ടിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം അവർ നോക്കുമ്പോൾ ആ മാർട്ടിൻ 2 അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാൾ വന്ന ഉടനെ തന്നെ ലിസിനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ യർഗൻ ആണെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അയാൾ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു കൊറിയർ വന്ന് കിടക്കുന്നുണ്ട്. ഇത് അയാളുടെ ഹോൾഡ് വെച്ചിട്ട് അയാൾ സംഘടിപ്പിച്ചതാണ്. അയാൾ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള ഒരു CCTV ഫോട്ടോയാണ് അതിലുണ്ടായിരുന്നത് മാർട്ടിനും ലിസുമാണ്. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ മാർട്ടിൻ പറഞ്ഞൊക്കെ സത്യമാണ് എന്ന കാര്യം യർഗന് കൺഫേം ആയി. അങ്ങനെ യർഗൻ ഉടനെ തന്നെ വീട്ടിലേക്ക് കയറാണ്. ഈ സമയത്താണ് അയാൾക്കൊരു കോൾ വരുന്നത്. അയാൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് മാർട്ടിന്റെ ഫ്രണ്ടായ ആ റോഡ്നി കോൾ ആയിരുന്നു. എനിക്ക് നിങ്ങളുടെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു, മാത്രമല്ല മാർട്ടിന്റെ 2 മെസ്സേജും കിട്ടിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം എന്നൊക്കെയാണ് റോഡ്നി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ യർഗൻ പറയാൻ തുടങ്ങി. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ ബെർലിനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് റോഡ്നി ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റോഡ്നി യർഗന്റെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. റോഡ്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർട്ടിനുമായിട്ടുള്ള ഇടപാട് ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് അവനെ കണ്ടെത്തിയത്? അത് വളരെ യാദൃശികമായിട്ടാണ്. എന്നെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ അവൻ ശരിക്കും ഭാഗ്യവാനാണെന്നേ ഞാൻ പറയൂ എന്നാണ് യർഗൻ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്തിനാണ് നിങ്ങൾ മെസ്സേജ് അയച്ചത്? റോഡ്നി വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലൊന്നും ചെയ്യണ്ട. ഞങ്ങളുടെ കൂടെ ഒന്ന് പോലീസിന്റെ അടുത്തേക്ക് വരണം. എന്നിട്ട് അവൻ ആരാണെന്ന് ഉറപ്പിക്കാൻ അവരെ ഒന്ന് സഹായിക്കേ. പോലീസിന്റെ അടുത്തേക്കോ? അത്രയ്ക്ക് മോശമാണോ ഇവിടുത്തെ അവസ്ഥ? ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്തൊരു കഥ പറഞ്ഞ ഉടനെ എന്തിനാണ് അതൊക്കെ കേസാക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, കൗതുകം കൊണ്ടാണ്. എന്റെ ഒരു ശീലമായിപ്പോയി. എന്നെ പോലെ വയസ്സനായ ഒരു ചാരന് താല്പര്യം തോന്നുന്ന അധിക കാര്യങ്ങളൊന്നും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല. ചില ചോദ്യങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഫോറിൻ ഇന്റലിജൻസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു ചോദ്യത്തെക്കുറിച്ച്. യർഗൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഒരു ചായ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പൊടികളൊക്കെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അവർ യൂറോപ്പ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അസാസിനേഷൻ യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്നത് സെക്ഷൻ 15 എന്നാണ്. കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അസാസിനേഷൻ ഗ്രൂപ്പ്. അവർ പണം കൊടുക്കുന്ന ആർക്കു വേണ്ടി എന്തും ചെയ്യും. അവർ പദ്ധതിയിടുന്ന കാര്യത്തിലും അത് നടത്തുന്ന കാര്യത്തിലും ഒന്നാമന്മാരായിരുന്നു അവര്. ഇതുവരെയായിട്ടും പരാജയപ്പെട്ടിട്ടുമില്ല. ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ആ സെക്ഷൻ 15 ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് എന്നൊക്കെയാണ് ആ യർഗൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ റോഡ്നിയുടെ ഭാവം മാറാൻ തുടങ്ങി. ഞാൻ വിളിച്ച ശേഷം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടിയിരുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാതിരുന്നത് എന്നാണ് റോഡ്നി ചോദിക്കുന്നത്. സെക്ഷൻ 15 കൈകളിൽ നിന്നും ഞാൻ എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനാണ് മിസ്റ്റർ റോഡ്നി? അതിന്റെ തലവൻ നിങ്ങൾ തന്നെയല്ലേ? പിന്നെ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത്ര പേടിയൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 60 സിഗരറ്റ് വെച്ചിട്ടാണ് ഞാൻ വലിച്ചിരുന്നത്. മാക്കോർക്കാസ് എന്നായിരുന്നു ആ ബ്രാൻഡിന്റെ പേര്. റഷ്യക്കാരുടെ ഒരു വൃത്തികെട്ട സാധനം. സ്റ്റാലിൻ കൊന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ആ സിഗരറ്റ് കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാരണം മരിക്കാൻ പോകുന്ന അടുത്ത ആള് ഞാനാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല എന്നാണ് യർഗൻ പറയുന്നത്. യർഗൻ അതൊക്കെ പറയുമ്പോൾ റോഡ്നി ചോദിക്കുന്നത്, നിങ്ങൾ മാർട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു എന്നൊക്കെയാണ്.
എന്നാൽ എർഗനാണെങ്കിൽ അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയം അയാൾ വല്ലാണ്ട് ചുമയ്ക്കാൻ തുടങ്ങി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ റോഡ്നി അങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആ ചായപ്പൊടിയിൽ സയനൈഡ് ചേർത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അയാൾ കുടിച്ചിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ എർഗൻ തളർന്നു വീഴാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. ആ മാർട്ടിനെല്ലാം ഓർമ്മ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് എർഗൻ മരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ റോഡ്നിക്ക് ടെൻഷനാവാൻ തുടങ്ങി. ഇതേ സമയം തന്നെ മാർട്ടിനും ജീനയും നേരെ പോയിരിക്കുന്നത് എയർപോർട്ടിലേക്കാണ്. മാർട്ടിന്റെ ആ ബ്രീഫ് കേസാണ് അവർ അവിടെ ചെന്ന് അന്വേഷിക്കുന്നത്. അവിടെ ഒരു ലേഡി ആണെങ്കിൽ അത് ഉടനെ തന്നെ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവന്റെ ID കാർഡാണ് ചോദിക്കുന്നത്. അത് അവന്റെ കയ്യിലില്ലല്ലോ. എന്നാൽ ആ പെട്ടിയുടെ നമ്പർ അവൻ ഓർമ്മയുണ്ട്. അവൻ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അവരത് ചെക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് നമ്പർ ആയിരുന്നു. അങ്ങനെ അവർ ആ പെട്ടി തുറന്നു. അവന്റെ പാസ്പോർട്ട് അതിലിരിക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ അവന്റെ പേര് മാർട്ടിൻ ഹാരിസ് തന്നെയാണ്. അങ്ങനെ ആ എയർപോർട്ടിൽ ആ ലേഡി ആ ബ്രീഫ് കേസ് അവന് കൊടുത്തു. അവനിപ്പോൾ അതുമായിട്ട് നേരെ പോയിരിക്കുന്നത് ലിസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്തേക്കാണ്. ജീനെ അവന്റെ കൂടെയുണ്ട്. ഈ സമയം അവന്റെ പേഴ്സ് എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നേരത്തെ ആ ഹാരിസ് ടൂവും ലിസും തമ്മിലിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതേപോലത്തെ ഒരു ഫോട്ടോ അവന്റെ പേഴ്സിൽ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്നാണ് അവൻ ചോദിക്കുന്നത്. അങ്ങനെ തൽക്കാലം അവന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. അതുകൊണ്ട് തന്നെ അവനോട് ബൈ പറഞ്ഞിട്ട് ജീന അവിടുന്ന് പോവാണ്. ഈ സമയത്താണ് മാർട്ടിൻ അവൾക്ക് കുറെ കാശ് എടുത്തു കൊടുക്കുന്നത്. അവൾക്കിപ്പോൾ കാശിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ അത് മേടിക്കുകയും ചെയ്യുന്നു. അത് മേടിച്ചിട്ട് അവൾക്ക് കൊടുത്ത ആ വാച്ചും തിരിച്ചു കൊടുത്തിട്ടാണ് അവൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ റോഡ്നി അവന്റെ അടുത്തേക്ക് വരുന്നത്. പെട്ടെന്ന് അയാളെ കാണുമ്പോൾ അവൻ അത്ഭുതമായി. നീ എന്താ ഇവിടെ എന്നാണ് മാർട്ടിൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ എന്താ ഇവിടെ എന്നോ, നീയല്ലേ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്, നീ എന്തോ പ്രശ്നത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തായാലും പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം, ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞിട്ട് റോഡ്നി അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ ജീനയാണെങ്കിൽ ആ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങാണ്. അവളിപ്പോൾ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ അവൾക്ക് അവനെ വിട്ട് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ അവൾ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ റോഡ്നി മാർട്ടിനെയും കൂട്ടി ഒരു കാറിന്റെ അടുത്തേക്ക് നടക്കുന്ന അവൾ കാണുന്നത്. പെട്ടെന്നാണ് ആ ജോൺസ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ മാർട്ടിനെ ഷോക്ക് അടിപ്പിക്കുകയാണ്. അതിനുശേഷം മാർട്ടിൻ ആ കാറിലേക്ക് കയറ്റി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ജീനയും കാണുന്നുണ്ട്. അവൾ ഉടനെ തന്നെ അവിടുത്തെ ആ ടാക്സി കാർ എടുത്തിട്ട് അവരുടെ പുറകെ പോവാണ്. അങ്ങനെ അവർ മാർട്ടിനെയും കൊണ്ട് പോകുന്നത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ റോഡ്നി അവനെ പിടിച്ച് പുറത്തേക്ക് ഇടാണ്. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നീ വിചാരിച്ചിരിക്കുന്നത് നീ മാർട്ടിൻ ഹാരിസ് ആണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നീയും മറ്റവനും മാർട്ടിൻ ഹാരിസ് അല്ല. മാർട്ടിൻ ഹാരിസ് എന്ന് പറയുന്ന ആളില്ല. ആ ആക്സിഡന്റ് പറ്റിയതാണ് എല്ലാത്തിനും കാരണം. അത് നിന്റെ ഓർമ്മയെ മൊത്തം മായ്ച്ചു കളഞ്ഞു. നീയാണ് ആ മാർട്ടിൻ ഹാരിസിനെ സൃഷ്ടിച്ചത്. ആ ഉച്ചകോടിയിൽ കയറി പറ്റാൻ വേണ്ടി നീ ആ വേഷം ഉപയോഗിച്ചതാണ്. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ലിസ് നിന്റെ ഭാര്യയൊന്നുമല്ല. നിങ്ങളെല്ലാവരും സെക്ഷൻ 15 അസാസിൻസ് ആണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ടീമായിരുന്നു. നിനക്ക് ആ ആക്സിഡന്റ് പറ്റി നീ തിരിച്ചു വന്നപ്പോൾ നിന്റെ ഓർമ്മകളിൽ നിന്നും നിന്റെ മനസ്സൊരു ജീവിതം കണ്ടെത്തിയതാണ്. അല്ലാതെ നീ ഇപ്പൊ ജീവിക്കുന്നത് നിന്റെ യഥാർത്ഥ ജീവിതമല്ല. നീ നിന്റെ മിഷനിൽ നിന്നെല്ലാം ഒരുപാട് അകന്നു പോകുന്നു എന്ന കാര്യം ലിസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കിയത്. അതാണ് നീ കണ്ട മാർട്ടിൻ 2. എന്തായാലും എയർപോർട്ടിൽ നിന്ന് ആ പെട്ടി തിരിച്ചെടുത്ത് തന്നതിന് നന്ദി. ആ പെട്ടി വേറെ ആരുടെങ്കിലും കൈ കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായേനെ. ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് ആ എർഗൻ എനിക്ക് കൊല്ലേണ്ടിയും വന്നു. പക്ഷെ വളരെ അന്തസ്സായിട്ടാണ് അയാൾ മരിച്ചത്. എന്നാൽ അതുപോലൊരു മരണം നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ കാറിലേക്ക് നടക്കുകയാണ്. ഈ സമയത്താണ് ആ ജോൺസ് വന്നിട്ട് അവനെ പിടിച്ചിടിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ ജീന അങ്ങോട്ട് വരുന്നത്. ഇതെല്ലാം ജീനയും കാണുന്നുണ്ട്. അവൾ ഉടനെ തന്നെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അവളുടെ കാർ ഓടിക്കാൻ തുടങ്ങി. ഈ സമയം ജോൺസ് ആണെങ്കിൽ മാർട്ടിനെ കൊല്ലാൻ വേണ്ടി ഒരു തോക്ക് എടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് ആ റോഡ്നി വീണ്ടും അയാളുടെ അടുത്തേക്ക് വരുന്നത്. ഇതെല്ലാം നമ്മുടെ 1 വർഷത്തെ തയ്യാറെടുപ്പാണ്. നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ആവുന്നതെല്ലാം ചെയ്തു നോക്കി. നീ എത്ര സമയമാണ് വെറുതെ കളഞ്ഞതെന്ന് അറിയാമോ? ഇപ്പൊ നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നടക്കലാണ് എന്റെ പണി എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്നാണ് മാർട്ടിൻ ചോദിക്കുന്നത്. നീ പരിശീലനം ലഭിച്ചൊരു അസാസിനാണ്. എന്റെ പിള്ളേരിൽ വെച്ചിട്ട് ഏറ്റവും മിടുക്കൻ. ഇനിയിപ്പോ നീ പേര് പോലും ഇല്ലാത്തൊരു അനാഥ ശവമാവാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് റോഡ്നി ആ വണ്ടിയിലേക്ക് കയറാണ്. ഈ സമയം ജോൺസ് ആണെങ്കിൽ വീണ്ടും മാർട്ടിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ജീൻ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ ജോൺസ് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവളാണെങ്കിൽ അയാളെയും ചേർത്ത് ആ വണ്ടിയിലേക്ക് ഒരു ഇടി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ റോഡിന് ഇരുന്ന വണ്ടി നേരെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്നു. താഴെ വീണ ഉടനെ അത് പൊട്ടിത്തെറിക്കുകയാണ്. അതിൽപ്പെട്ട് ആ റോഡിനെ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സമയം ആ ഇടി കിട്ടിയതുകൊണ്ട് ആ ജോൺസും മരിച്ചിട്ടുണ്ട്. അങ്ങനെ മാർട്ടിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ ആ റോഡ്നിയുടെ പെട്ടിയാണ് ചെക്ക് ചെയ്യുന്നത്. അതിനകത്ത് 2 പാസ്പോർട്ട് ഉണ്ട്. അതിലൊന്ന് മാർട്ടിൻ്റെതാണ്. അതിൽ അവന്റെ പേര് വില്യം എന്നാണ്. ലിസിന്റെ ഒരു പാസ്പോർട്ട് അതിലുണ്ട്. അതിൽ അവളുടെ പേര് റേച്ചൽ എന്നാണ്. അപ്പോൾ അതാണ് അവരുടെ യഥാർത്ഥ പേര്. അങ്ങനെ മാർട്ടിൻ ജീനയും കൊണ്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി. മാർട്ടിൻ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്. സമയം രാത്രിയായിട്ടുണ്ട്. ഈ സമയത്താണ് മാർട്ടിൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. കുറച്ച് ദിവസം മുമ്പ് അവൻ ബെർലിനിലേക്ക് വന്നിട്ടുണ്ട്. ആ ഹോട്ടലിൽ ഒരു റൂം എടുത്ത് അതിനകത്തൊരു ബോംബ് സെറ്റ് ചെയ്യാനാണ് അവൻ വന്നത്. ആ റൂമിൽ വെച്ചാണ് രാജകുമാരനായ ഷാഡയും ടീമും മീറ്റിംഗ് കൂടാൻ പോകുന്നത്. അവിടെ വെച്ചിട്ട് അവരെ കൊല്ലാനായിരുന്നു മാർട്ടിന്റെയും ടീമിന്റെയും പ്ലാൻ. ആ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായി. അങ്ങനെ ഉടനെ തന്നെ അവൻ ജീനയും കൂട്ടി ആ ഹോട്ടലിലേക്ക് പോവാണ്.
ഈ സമയമാകുമ്പോഴേക്കും ഷാഡ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ സമയം തന്നെ പ്രൊഫസർ ലിയോയും അയാളുടെ കുട്ടികളും ആ ഹോട്ടലിലുണ്ട്. രാജകുമാരൻ അങ്ങോട്ട് വരുമ്പോൾ ലിസാണ് അയാളെ സ്വീകരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും മാർട്ടിനും ജീനയും ആ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ സർവീസ് ഡോർ വഴി കിച്ചൺ വഴിയാണ് അകത്തേക്ക് കയറുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ലിയോയും ആ റൂമിലേക്ക് എത്തി. ഈ സമയം ലിയോയുടെ കോട്ട് ഊരിവെക്കാൻ സഹായിക്കുന്നത് ആ ലിസാണ്. അതിനുവേണ്ടി അയാളുടെ ലാപ്ടോപ്പ് ഇട്ടിരിക്കുന്ന ബാഗ് മേടിച്ചിട്ട് അവൾ അവിടെ തൂക്കിയിടുകയാണ്. എന്നിട്ട് അയാൾ കാണാതെ നൈസായിട്ട് അവൾ ഒരു ഡിവൈസ് ആ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് വെച്ച് ആ ലാപ്ടോപ്പിലുള്ള കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കോട്ടും ലാപ്ടോപ്പൊക്കെ അവിടെ വെച്ചതിന് ശേഷം ലിയോ ലിസിന്റെ കൂടെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാണ്. അതിനിടയിൽ ലിസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ബോംബ് സെറ്റ് ചെയ്ത് വെച്ച റൂമിലേക്കാണ് കയറുന്നത്. അവൾ ആ ഡിവൈസ് വഴി അയാളുടെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങൾ അതിലേക്ക് കോപ്പി ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ചില പാസ്വേഡൊക്കെ അടിക്കാനുണ്ട്. ഈ പാസ്വേഡുകളാണ് മാർട്ടിന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിൽ അവൾ മാർക്ക് ചെയ്തിരുന്നത്. അതേപോലെ ഒരു പുസ്തകം അവളുടെ കയ്യിലുണ്ട്. അവൾ ഉടനെ തന്നെ ആ പുസ്തകമൊക്കെ നോക്കിയിട്ട് ആ പാസ്വേഡൊക്കെ അടിക്കുകയാണ്. അതിനുശേഷം ലിയോ ഇപ്പോൾ ഈ ഉച്ചകോടിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന അയാളുടെ പുതിയ റിസർച്ചിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ജീനയും മാർട്ടിനും ആ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് എത്തി. എന്നാൽ പെട്ടെന്നാണ് കുറച്ച് സെക്യൂരിറ്റീസ് വന്നിട്ട് അവരെ പിടിക്കുന്നത്. ആ സെക്യൂരിറ്റീസ് മാർട്ടിനെയും കൊണ്ട് പോകുന്നത് അവരുടെ ആ CCTV റൂമിലേക്കാണ്. ഈ സമയം മാർട്ടിൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടുത്തെ ഒരു സ്യൂട്ട് റൂമിന്റെ അകത്തൊരു ബോംബുണ്ട്. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാനാണത് അവിടെ സെറ്റ് ചെയ്തത്. എന്നെ ആ മുറിയിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ അത് എവിടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്. എന്നാൽ രാജകുമാരന്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്ന റൂമായതുകൊണ്ട് ആ സെക്യൂരിറ്റി ഓഫീസർ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ലിസ് ആണെങ്കിൽ ആ മുഴുവൻ കാര്യങ്ങളും കോപ്പി ചെയ്തിട്ട് ആ പെൻഡ്രൈവ് എടുത്തു. അതിനുശേഷം അവൾ ഒരു റിമോട്ട് വെച്ചിട്ട് ആ ബോംബ് ഓണാക്കുകയാണ്. 5 മിനിറ്റിനുള്ളിൽ ആ ബോംബ് പൊട്ടിത്തെറിക്കും. ഇതേ സമയം തന്നെ ലിയോ ആണെങ്കിൽ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാളുടെ ലാപ്ടോപ്പ് അവിടെ തൂക്കിയിട്ടിരിക്കുകയാണല്ലോ. അതിലാണ് അയാളുടെ റിസർച്ചിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും. അത് കയ്യിലില്ലാത്തതുകൊണ്ട് അയാൾക്ക് വല്ലാത്തൊരു ടെൻഷൻ. പുള്ളി ഉടനെ തന്നെ ആ ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി അവിടേക്ക് പോവാണ്. എന്നാൽ പുള്ളി അത് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ലിസു അങ്ങോട്ട് എത്തി. എന്നിട്ട് ഞാനത് എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് അവൾ ആ ലാപ്ടോപ്പ് എടുത്ത് അയാളുടെ തോളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. അതിനിടയിൽ അവളെ നൈസായിട്ട് ആ ഡിവൈസ് ആയി ഊരിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ മാർട്ടിനാണെങ്കിൽ ആ CCTV റൂമിൽ തന്നെയാണ്. അവൻ പറഞ്ഞതൊന്നും അവർ വിശ്വസിക്കാത്തതുകൊണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27-ാം തീയതി ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ CCTV ഫുട്ടേജ് ഒക്കെ ഒന്ന് എടുത്തു നോക്ക് എന്നാണ് അവൻ പറയുന്നത്. അതിനെ തുടർന്ന് അവർ ആ CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാണ്. അതിൽ നിന്നും അവനും ലിസും അവിടേക്ക് വന്നിട്ടുണ്ടെന്നും അവൻ അവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്നും അവർക്ക് കൺഫേം ആയി. അതുകൊണ്ട് തന്നെ ആ സെക്യൂരിറ്റി ഓഫീസർ ഉടനെ തന്നെ അവിടുത്തെ അലാം ഓണാക്കാൻ വിളിച്ചു പറയാണ്. അങ്ങനെ അലാറം ഓണായി. മാത്രമല്ല അവരവിടെയുള്ള ആൾക്കാരെ മൊത്തം ഒഴിപ്പിക്കാൻ തുടങ്ങി. ഈ സമയം ലിസ് ആണെങ്കിൽ ആ മാർട്ടിൻ 2വുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് ആ അലാറം ഓണായത് അവളും ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല എല്ലാവരും ഇവിടുന്ന് ഒഴിപ്പിക്കാണ് എന്ന അനൗൺസ്മെന്റ് മുഴങ്ങുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ഉടനെ തന്നെ നമ്മുടെ ആളെ കണ്ടെത്തി അവനെ ഫിനിഷ് ചെയ്യ്. നമ്മൾ എന്തിനാണ് അങ്ങോട്ട് വന്നത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബോംബിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവരുടെ ഫയലിൽ എന്റെ ഫോട്ടോ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഞാനാണെന്ന് അവർ കൺഫേം ചെയ്യും. അതുകൊണ്ട് ബോംബ് ഞാൻ ഓഫാക്കാം, നീ നമ്മുടെ ആളുടെ പണി തീർത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ആ റൂമിലേക്ക് തന്നെ പോവാണ്. ഈ സമയം മാർട്ടിൻ ആ CCTVയിലൂടെ നോക്കുമ്പോൾ ലിയോ അയാളുടെ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കാണുന്നത്. ഇപ്പോഴാണ് അയാൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ആ കുട്ടികളുടെ പേര് ലില്ലി എന്നും ലോറൽ എന്നുമാണ്. ഈ 2 പേരും പുഷ്പിക്കുന്ന ചെടികളുടെ പേരാണ്. അപ്പൊ ആ ബുക്കിൽ ലിസ് മാർക്ക് ചെയ്തത് അയാളുടെ പാസ്വേഡ് ആണ് എന്ന കാര്യം മാർട്ടിന് മനസ്സിലായി. മാത്രമല്ല രാജകുമാരനെ അല്ല ഇവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ ലിയോനെയാണ്. അയാളുടെ റിസർച്ചിന് വേണ്ടിയിട്ടാണ്. അയാളുടെ റിസർച്ച് എന്ന് പറയുന്നത് പുതിയൊരു ധാന്യമാണ്. അത് അയാൾ ലോകത്തിന് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞതാണ്. എന്നാൽ അയാളെ കൊന്നത് കൈക്കലാക്കി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയ്ക്ക് അത് വിൽക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അയാളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബോംബ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അത് ഷാഡയെ കൊല്ലാൻ വേണ്ടി തീവ്രവാദികൾ ചെയ്തതാണെന്ന് ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ അവൻ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസിന്റെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവനവിടെ പിടിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അവരൊക്കെ ഇടിച്ചിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടുകയാണ്. ഇതേ സമയം തന്നെ മാർട്ടിൻ 2 ആണെങ്കിൽ പ്രൊഫസർ ലിയോയുടെ അടുത്തേക്കാണ് ചെന്നിരിക്കുന്നത്. അവൻ അയാളെ കൊല്ലാൻ വേണ്ടി ഒരു കത്തി എടുത്തിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നാണ് മാർട്ടിൻ അങ്ങോട്ട് വരുന്നത്. അവൻ ഉടനെ തന്നെ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ലിസ് ആണെങ്കിൽ ആ റൂമിന്റെ ചുമരൊക്കെ പൊളിച്ചിട്ട് ആ ബോംബ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവളെ കൊണ്ട് അത് സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അതിൽപ്പെട്ട് അവൾ മരിച്ചു പോവാണ്. ബോംബ് പൊട്ടിയതുകൊണ്ട് തന്നെ അവിടെയുള്ള മുഴുവൻ സാധനങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഈ ഒരു ഷോക്കിൽ മാർട്ടിൻ മറന്നുപോയ മുഴുവൻ കാര്യം ഓർമ്മ വരാണ്. അതായത് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ മൊത്തം അവൻ ഉണ്ടാക്കിയ പ്ലാനാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ ആ മാർട്ടിൻ 2നെ കൊന്നുകളയുന്നു. ഈ സമയം അവൻ നോക്കുമ്പോൾ ആ ജീൻ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ മാർട്ടിൻ ഉണ്ടാക്കിയ ഈ പദ്ധതി മാർട്ടിൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പ്രൊഫസർ ലിയോയും രാജകുമാരനും ഇപ്പൊ സേഫാണ്. ലിയോനെ കൊല്ലാനാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയതെങ്കിലും ന്യൂസിൽ പറയുന്നത് ഇത് രാജകുമാരനെ കൊല്ലാൻ വേണ്ടി തീവ്രവാദികൾ ഉണ്ടാക്കിയ പ്ലാനാണെന്നാണ്. പിന്നീട് ന്യൂസിൽ കാണിക്കുന്നത് ലിയോയുടെ ഒരു പ്രസ് മീറ്റ് ആണ്.
അതിൽ അയാൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ആ ധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ധാന്യത്തിന്റെ പ്രത്യേകത ഇത് വളരെ വേഗത്തിൽ വളരുന്നതാണ്. മാത്രമല്ല സ്വയം പ്രജനനം നടത്തും. ഇതൊന്നും കൂടാതെ വരൾച്ചയെയും കീടങ്ങളെയും സ്വയം ചേർത്ത് നിൽക്കാനുള്ള കഴിവും ഈ ധാന്യത്തിനുണ്ട്. ഇതിനൊരു പാറ്റന്റും ഒരു കോപ്പിറൈറ്റും ഇല്ല. ലോകത്തിന് മൊത്തത്തിൽ പ്രൊഫസർ അത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രസ് മീറ്റിൽ പറയുന്നത്. ഇതേ സമയം തന്നെ മാർട്ടിനും ജീനയും ഒരു ട്രെയിൻ പിടിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും പുതിയൊരു പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ജീനയുടെ പുതിയ പേര് ക്ലൗഡിയ എന്നാണ്, മാർട്ടിന്റെ പേര് ഹെൻറി എന്നും. ഇനിയിപ്പം ആ ഒരു ഐഡന്റിറ്റിയിലാണ് അവർ ജീവിക്കാൻ പോകുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.